ഹലോ, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവും നിറഞ്ഞ ലബ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒരു റൊമാൻറ്റിക് തേഴ്സ്ഡേ ആണ്. ഒരു റൊമാൻറ്റിക് കഥ കൂടി ഞാൻ പറഞ്ഞോട്ടെ. അവൻ കോളേജിലെ ചട്ടമ്പിയായിരുന്നു. അവൻ്റെ ജൂനിയറായിട്ട് ഒരു പെൺകുട്ടി അവിടെ ജോയിൻ ചെയ്തു. അവളാണെങ്കിൽ MLA മകളാ. അവര് പ്രണയത്തിലായി. എല്ലായിടത്തും കറക്കം തുടങ്ങി. അവന്റെ ബൈക്കില്. അവളെങ്ങനെ ഇരിക്കുന്നറിയോ? തലയിൽ ഷോളൊക്കെ ഇട്ട്, ആരും കാണാതെ. ഒരു രാത്രിയില് നല്ല മഴ പെയ്യ. അവള് ബാൽക്കണിയിൽ ചെന്ന് താഴോട്ട് നോക്കിയപ്പോ ഗേറ്റിന് പുറത്ത് ഒരു ബൈക്കിൽ ചാരി ഇവൻ നിൽക്കുക. അന്ന് അവളെ തീരുമാനിച്ചു, ഇവൻ എനിക്കുള്ളതാന്ന്, എന്റെ സ്വന്തമാന്ന്. നായകനും നായികയ്ക്കും ഉള്ള പോലെ തന്നെ പ്രാധാന്യം പല സിനിമകളിലും ഈ ബൈക്കിനും ഉണ്ടേ. എന്നാൽ റിയൽ ലൈഫില് ബൈക്ക് ഓടാനായിട്ട് പ്രണയം മാത്രം പോരല്ലോ, പെട്രോളും വേണ്ടേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ ഞാനുണ്ടായിരിക്കും, റീനു. 12 മണി വരെ. ഇഷ്ടപ്പെടുന്ന അവന്റെ ബൈക്കിന് പുറകിലിരുന്ന് ചുറ്റുക. മനസ്സിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നാത്ത പെൺകുട്ടികൾ കുറവാ. ഇഷ്ടപ്പെട്ട ആ പെണ്ണിനെ സ്വന്തം ബൈക്കിന്റെ പുറകിലിരുത്തി കൊണ്ടുപോകാൻ ആൺകുട്ടികൾക്കും കൊതിയുണ്ടേ. എനിക്കൊരു പ്രണയമുണ്ട്, അതിവളാ. ഇനി ആരും ഇവളെ നോക്കണ്ടെന്നാ ആൺകുട്ടികൾ ചിന്തിക്കുന്ന ആ സമയത്ത്. പെൺകുട്ടികളോ, ഇവൻ എന്റെയാ, ഇനി എന്നും എന്റെ കൂട്ടാ, എന്റെ സ്വന്തമാ എന്നാ അവരും വിചാരിക്കും. എന്തൊക്കെ കഷ്ടപ്പാടുകളാ കൂടെ പോകാനായിട്ട് നമ്മൾ കഴിക്കുന്നത്. തലയിൽ ഷോൾ ഇടുന്നു, ചിലര് സ്വന്തമായിട്ട് ഹെൽമെറ്റ് വരെ വാങ്ങും. ഒന്നെങ്കിൽ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ കറങ്ങണമെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, പെട്രോള്. അതിന് വില കൂടി. പ്രണയവും എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുക. ഏതാലോചിച്ചപ്പോഴാ മനസ്സിലായേ, പ്രണയവും പെട്രോളും തമ്മിലുണ്ട് ബന്ധം. എന്നാലും ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എത്ര രൂപയ്ക്ക് പെട്രോൾ കത്തിച്ചും ആൺപിള്ളേര് പോകും ഇല്ലേ? എന്നോട് എൻ്റെ ഉത്തരം പറഞ്ഞോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനവിടെ ഓൺലൈനാ. വന്ന എൻ്റെ അടുത്ത് സംസാരിക്കാം. ഷെയറിങ് ഇസ് കെയറിങ്, കെയറിങ് ഇസ് ലവ്. ഏത് ബന്ധത്തിലും നമ്മളെല്ലാം ഷെയർ ചെയ്യണ്ടേ? എല്ലാം ഷെയർ ചെയ്യുവോ? ബൈക്കിൽ കറങ്ങാൻ പോയാ ആ പെട്രോളിന്റെ പകുതി പൈസ കൊടുക്കോ? പെട്രോളിന്റെ കാശ് ഞാൻ ഷെയർ ചെയ്യില്ല. അതെന്താ? അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാ. എനിക്കെല്ലാം വോയിസ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡാണ്. ഓക്കേ. ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് പെട്രോളിന്റെ പകുതി പൈസ എടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ അവളെ ലൈൻ അടിക്കുമ്പോ ഷീ വാസ് 5 years ലെസ് ദാൻ മീ. ഞാൻ 12th വെച്ച് കാണുമ്പോ അവള് ജസ്റ്റ് 8th ആയിട്ടുള്ളൂ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജില് ഈ ചോദ്യം ഇന്ന് ഞാൻ റീനു ചോദിക്ക. നിങ്ങൾ ബൈക്കിൽ കറങ്ങാൻ പോയില്ലേ? അപ്പൊ ആ പെട്രോളിന്റെ പകുതി പൈസ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിക്കൂ. ഉത്തരം ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണേ. കേട്ടുകൊണ്ടിരിക്കണം ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല. എന്നാ അത് പറയാതെ മനസ്സിൽ വെക്കല്ലേ, അതൊരു തെറ്റാ. നമ്മുടെ മനസ്സിലിരിക്കും, അയാൾ അറിയില്ല, ഒടുവിൽ അയാളെ നമുക്ക് നഷ്ടമാകും. ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ റീണു വഴി ഒരു പ്രണയം അറിയിക്കാൻ ഒരാളെത്തിയിട്ടുണ്ട്. കേട്ടു നോക്കാം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് എന്റെ +2 സ്കൂളിലാണ്. സ്കൂളിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് കാണുന്നത്. അവളായിട്ട് വളരെ സ്നേഹത്തിലായിരുന്നു ഞാൻ. എന്തുകൊണ്ട് ഇഷ്ടം തോന്നിയെന്ന് അറിയില്ല. കണ്ടപ്പോ സൈഡില് അട്രാക്ഷനാണ് തോന്നിയത്. പിന്നെ സംസാരിച്ച് ലവ് ആയതാണ് അത്.
ഇപ്പൊ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവളായിട്ട് ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ വീടിന്റെ അടുത്ത് വെച്ച് അവളെ കണ്ടായിരുന്നു. പക്ഷെ അവളൊപ്പം പപ്പ ഉണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. അവള് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇപ്പോഴും മാറിയിട്ടില്ല, എന്നെ തിരിച്ചു വിളിക്കാം. ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു ലോട്ട്. ഇതുപോലൊരു ഇഷ്ടം പറയണെങ്കിലേ വേഗം ഫോൺ എടുക്കുക, 56070 ഒരു മെസ്സേജ് അയക്കുക. ഫോമാറ്റ് ലവ് FM സ്പേസ് നിങ്ങളുടെ പേര്. കേട്ടോണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുണ്ട് കൂടെ.